യഥാർത്ഥ ബന്ധുക്കളെയും സ്നേഹിതരെയും തിരിച്ചറിയണമെങ്കിൽ നാം രോഗത്തിലോ മറ്റ് പ്രതിസന്ധിയിലോ അകപ്പെടണം. അപ്പോൾ നമുക്കറിയാം ചില കാപട്യത്തിൻ്റെ പൊയ്മുഖങ്ങൾ. മുഖങ്ങൾക്കിടയിലുള്ള മുഖംമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയം മാത്രമാണ്. എരിയുന്ന തിരിയും പകരുന്ന അഗ്നിയും എന്നും പ്രകാശം പരത്തുന്നു. നന്മയുടെ പ്രകാശം പരത്തുന്ന പൊൻകിരണങ്ങളാണ് നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ വിമർശനത്തിൽ തളരേണ്ടതേയില്ല. നമ്മൾ നല്ലതായാൽ മതി. നല്ലതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് സമയം വെറുതെ കളയരുത്. കോപം, പശ്ചാത്താപം, വേവലാതി, പക എന്നിവയിൽ നിങ്ങളുടെ സമയം പാഴാക്കരുത്. ജീവിതം വളരെ ചെറുതാണ്. അസന്തുഷ്ടമായി ജീവിക്കരുത്. വിടർന്ന കണ്ണുകളും വലിയ ചുണ്ടുകളുമുള്ള സ്ത്രീകൾ പൊതുവെ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. പൂവിന് തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകണമെന്നുമില്ല. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എപ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. നിഷ്കളങ്കരായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയും. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്ക് ഉണ്ടാകൂ. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോറ്റുപോകും. തിരസ്കരണങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പ്രസക്തിയില്ല. അവഹേളനങ്ങൾക്ക് മുന്നിൽ വളഞ്ഞുപോയ നട്ടെല്ലും പ്രയോജനരഹിതമാണ്. തിരസ്കരണങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കണം, മറികടക്കാനും. മറ്റുള്ളവർക്ക് നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. എല്ലായ്പ്പോഴും കരയുന്ന, അമിതമായി പണം വിനിയോഗിക്കുന്ന, കളവ് പറയുന്ന സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുത്. നല്ല വ്യക്തിബന്ധങ്ങളും ജീവിത രീതിയും ഉറച്ച ബോധ്യവും ദൃഢവിശ്വാസവും മറ്റുള്ളവരോടുള്ള അനുകമ്പയും അവരെ സഹായിക്കാനുള്ള തുറന്ന മനസ്ഥിതിയും ആത്മാഭിമാനവുമായി വളർത്തിയെടുക്കുന്നതിനുള്ള നല്ല വഴികളാണ്. ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം പരാതിപ്പെടുന്നവരെ അവഗണിക്കുക. നിങ്ങൾ ഏത് സ്ഥിതിയിലായിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞ് കണ്ടെത്തുന്നു. ചെറിയ ജീവികളാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരും ദുർബലരല്ല. ശക്തി തിരിച്ചറിയാത്തവരാണ് പ്രശ്നം. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും